ഓം ശാന്തി. നല്ല ഒരു പേഴ്സണാലിറ്റി, നല്ലൊരു വ്യക്തിത്വം, ആകർഷണമുള്ള അഥവാ അട്രാക്റ്റീവായൊരു പേഴ്സണാലിറ്റി, ഇത് എല്ലാവരുടെയും ആഗ്രഹം തന്നെയാണ്. ഇന്ന് നമ്മൾ അങ്ങനെ ഒരു പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്തൊക്കെയാണ് പേഴ്സണാലിറ്റി ഘടകങ്ങൾ, അതിനെക്കുറിച്ച് ചെറിയൊരു എത്തിനോട്ടം, അത്രയും നമുക്ക് ഈ സമയത്തിൽ സാധിക്കൂ, നമുക്ക് തീർച്ചയായിട്ടും ചെയ്യാം. ഒന്നാമത്തെ കാര്യം, മനുഷ്യ വ്യക്തിത്വത്തിൻ്റെ 2 തലങ്ങളുണ്ട്. ഒന്ന് എക്സ്റ്റേണൽ പേഴ്സണാലിറ്റി, മറ്റൊന്ന് ഇൻറ്റേർണൽ പേഴ്സണാലിറ്റി. എക്സ്റ്റേണൽ പേഴ്സണാലിറ്റിയിൽ ഒരു മനുഷ്യൻ്റെ ധനം, അവരുടെ അട്രാക്ഷൻ, പവർ, ഇതിൻ്റെയൊക്കെ ആധാരത്തിലാണ് പൊതുവെ ഒരു സമൂഹത്തിൽ എല്ലാവരാലും ആകർഷിക്കപ്പെടുന്നവരായിട്ട് മാറുന്നത്. ഒരു വ്യക്തി വരുമ്പോൾ തന്നെ അവരെങ്ങനെ ഡ്രസ്സ് ചെയ്തിട്ടുണ്ട്, എന്ത് വസ്തുക്കൾ ഉപയോഗിച്ചിരിക്കുന്നു, അവരെ കാണാൻ എത്ര ഭംഗിയുണ്ട്, ഇതൊക്കെ തന്നെയാണ് ആദ്യത്തെ ദൃഷ്ടിയിൽ എല്ലാവരും ആകർഷിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഒരു ബുക്കിൽ വായിച്ചത് ഓർക്കും, ഞാൻ കൃത്യമായിട്ട് ബുക്കിൻ്റെ പേര് ഓർക്കുന്നില്ല, ഒരു ബുക്കിൽ വായിച്ചൊരു റിസർച്ച് സ്റ്റഡിയെക്കുറിച്ച് ഞാൻ ഓർക്കുന്നുണ്ട്. ഒരു നാട്ടിൽ നന്നായിട്ട് എഡ്യൂക്കേറ്റഡ് ആയിരിക്കുന്ന, നല്ല പദവിയിലുള്ളതായിരിക്കുന്ന കുറച്ച് ആളുകളെ ശരിക്കും തനി ഗ്രാമീണരെ പോലെ ഗ്രാമീണരെ മീൻസ് ഒന്നും ഡ്രസ്സ് ചെയ്യാനോ വെൽ ഡ്രസ്ഡ് ആവാനോ ഒന്നും അറിയാത്ത ആ രീതിയിൽ കുറച്ച് ഡ്രസ്സിങ് ചെയ്യിച്ചു. ഒരു പഠിപ്പോ അറിവോ ഒന്നുമില്ലാത്ത ഒരു 10 പേരെ വിളിച്ചിട്ട് അവരെ സെലിബ്രിറ്റികളെ പോലെ ഡ്രസ്സും വേഷവും ഒക്കെ അണിയിച്ചു. ഇത് കഴിഞ്ഞ ശേഷം ഒരു പബ്ലിക്കിൻ്റെ മുന്നിൽ അവരൊരു സ്റ്റേജിൽ 10 സെക്കൻഡ് ഓരോരുത്തരോടും വന്ന് ഹായ് പറഞ്ഞു പോകാനായിട്ടുള്ള ഒരു പ്ലാൻ ഒരുക്കി. അങ്ങനെ 20 പേരും, അത് നല്ല പൊസിഷനിലുള്ള, നല്ല എഡ്യൂക്കേറ്റഡ് ആയിരിക്കുന്ന, ഹൈ ലെവലുള്ള ആളുകളെ അത്രയും മോശമായിട്ടുള്ള സാധാരണമായിരിക്കുന്ന രീതിയിലുള്ള ഡ്രസ്സുകൾ ഇട്ടവരും, ഒന്നും അറിയാത്തവരും അത് എത്താത്തവരും പക്ഷേ സെലിബ്രിറ്റികളെ പോലെ ഡ്രസ്സ് ചെയ്തവരും, 2 കൂട്ടരും ഓരോരുത്തരായി വന്നു. അവർ ജനങ്ങളോട് ഹായ് പറഞ്ഞുകൊണ്ട് പോയി കഴിഞ്ഞ ശേഷം ആ പബ്ലിക്കിൻ്റെ അടുത്ത് വന്നുപോയ ആളുകളെ കുറിച്ചതായിരിക്കുന്ന ഒപ്പീനിയൻ എഴുതാൻ വേണ്ടി ആവശ്യപ്പെട്ടു. വളരെ വണ്ടർഫുൾ ആയിട്ടുള്ള ഫാക്ടർ, ഈ എഡ്യൂക്കേറ്റഡ് ആയിരിക്കുന്ന ഹൈ ലെവലായിട്ടുള്ള ആളുകളുണ്ടായിരുന്നു, പക്ഷേ അവരാരും വെൽ ഡ്രസ്ഡ് അല്ല എന്നുള്ളത് കൊണ്ട് തന്നെ അവരെക്കുറിച്ചെല്ലാം എല്ലാവരും വളരെ മോശം അഭിപ്രായം എഴുതിയത്. അതേസമയം ഒന്നും അറിയാത്തവരും ഒന്നും നേടാത്തവരൊക്കെയായിരുന്നു വെൽ ഡ്രസ്ഡ് ആയിട്ട് സെലിബ്രിറ്റികളെ പോലെ വന്നത്. അവരെക്കുറിച്ച് എല്ലാവർക്കും, പലർക്കും അവരായിട്ട് ഫ്രണ്ട്ഷിപ്പ് സ്ഥാപിച്ചാൽ കൊള്ളാം, അവരെ കൂടെ പ്രവർത്തിച്ചാൽ കൊള്ളാം, ഇങ്ങനെയുള്ള ലെവൽ വരെ മനുഷ്യന്മാരുടെ ചിന്താധാര എത്തിയിരുന്നു. ബാഹ്യ വ്യക്തിത്വത്തിന് തീർച്ചയായിട്ടും അതിൻ്റെ പ്രാധാന്യമുണ്ട്. ഞാൻ ഓർത്തുപോകും, ഒരിക്കൽ ഭഗവാന്റെ മഹാവാക്യത്തിൽ തന്നെ ഞാൻ കേട്ടിട്ടുണ്ട്, സമയാനുസാരം നമ്മൾ വേഷം കിട്ടണം എന്നുവെച്ചാൽ അർത്ഥം, നിങ്ങൾ ഈശ്വരി വിശ്വവിദ്യാലയത്തിൽ സന്യാസിനിയാണെങ്കിൽ നിങ്ങൾ വീഡിയോയിൽ വരികയാണ്, അതുകൊണ്ട് നിങ്ങൾ കളർ സാരി എടുക്കണം എന്നല്ല. നമുക്ക് നമ്മുടെ ഡിഗ്നിറ്റി കീപ്പ് ചെയ്തേ പറ്റൂ. അറ്റ് ദ സെയിം ടൈം നമ്മൾ എന്തുകൊണ്ട് ഇത് അണിഞ്ഞിരിക്കണമെന്ന് അറിഞ്ഞുകൊണ്ട് ഇതിൻ്റെ ആ ഒരു ശോഭ നമുക്ക് സ്വീകരിക്കാം, ഇതിൻ്റെ വർണ്ണവൈവിധ്യം നമുക്ക് അനുഭവിക്കാം. അതേസമയം ഗൃഹസ്ഥത്തിലിരിക്കുന്നതായിട്ടുള്ള ആളുകൾ ഓരോ സമയത്തും ഓരോ സ്ഥലത്ത് പോകുമ്പോൾ അതിൻ്റെതായിട്ടുള്ള റോയലായിട്ട് തന്നെ ഇട്ടു പോകണം എന്ന് ബാബ മുരളിയിൽ പറഞ്ഞ് ഞാൻ കേൾക്കാറുണ്ട്. അമ്മമാർ കല്യാണത്തിന് മുമ്പ് വെള്ളസാരി എടുത്ത് പോകണ്ട, നിങ്ങൾ കളർ സാരി എടുത്ത് പോകുമോ എന്ന് തന്നെ ബാബ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. യൂണിഫോമാണ്, ക്ലാസ്സിന് വരുമ്പോൾ വൈറ്റ് ഇടൂ, കളർ സാരിയിൽ വരല്ലേ, പുറത്തു പോകുന്ന സമയത്ത് കളർ സാരി എടുത്ത് പോകും, ഇങ്ങനെയൊക്കെ സിമ്പിളസ്റ്റ് ആയിട്ട്. ആ ഭഗവാന്റെ പഠനത്തിൻ്റെ ഏറ്റവും വലിയ ഒരു സ്പെഷ്യാലിറ്റി അത് തന്നെയാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും ചെറിയ ലെവലുള്ള കാര്യങ്ങൾ മുതൽ ഏറ്റവും വലിയ ഉന്നതമായിരിക്കുന്ന കാര്യങ്ങൾക്ക് പോലും പെർഫെക്റ്റ് ആയിരിക്കുന്ന ഗൈഡൻസ്, അതാണ് പരമാത്മാവിൻ്റെ ലെസൻസിൻ്റെ ഏറ്റവും അധികം മഹത്വമുള്ളതായിട്ടുള്ള ഘടകം. എല്ലാം ഒരുപോലെ കാണാൻ കഴിയുന്ന ആ ഈശ്വരൻ്റെ ഗൈഡൻസ് ഡെയിലി ക്ലാസ്സിലൂടെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ക്ലാസ്സിൽ കേൾക്കാറുണ്ട്. അപ്പം അതുകൊണ്ട് ഏതാണോ സമയം ആ സമയാനുസാരം നമുക്ക് വേഷം ഇടാൻ സാധിക്കുക എന്നുള്ളത് ഒരു നല്ല കല തന്നെയാണ്. അതുകൊണ്ട് വൃത്തിയായി വേഷം ഇടേണ്ടതും അത്യാവശ്യമാണ്. രണ്ടാമത്, ധനം ഇഷ്ടംപോലുള്ള ആളുകളാകുമ്പോഴും അവരുടെ കൂടെയും കൂടാൻ എല്ലാവർക്കും ഇഷ്ടമുണ്ടാവും. ഇതെല്ലാം ബാഹ്യമായിരിക്കുന്ന ഘടകങ്ങൾ, ഞാൻ അത്രയധികം ഒന്നും പറയേണ്ട ആവശ്യമില്ല. എനിക്ക് തോന്നുന്നു എന്നേക്കാൾ കൂടുതൽ നന്നായിട്ട് ഞാനത് പറഞ്ഞപ്പോൾ ഒരു പക്ഷേ പല പോയിന്റ് നിങ്ങൾക്ക് തന്നെ ചിരി വന്നിട്ടുണ്ടാവും. അതിനപ്പുറം പലതും ഉണ്ട് ഈ സിസ്റ്റർക്ക് അറിഞ്ഞുകൂടാന്ന്. യെസ്, അതിലെനിക്ക് എൻ്റെ നോളജ് കുറവാണ്, അത്രയും എനിക്കറിയൂ. പക്ഷേ രണ്ടാമത്തെ ഫാക്ടർ ഇൻറ്റേർണൽ പേഴ്സണാലിറ്റി. ഇൻറ്റേർണൽ പേഴ്സണാലിറ്റി ആരംഭിക്കുന്നത് സെൽഫ് കോൺഫിഡൻസിൽ നിന്നാണ്, ആത്മവിശ്വാസത്തിൻ്റെ ആധാരത്തിലാണ്. നിങ്ങളുടെ നടത്തം, നിങ്ങളുടെ ഇരുത്തം, നിങ്ങളുടെ ദൃഷ്ടി, നമ്മുടെ കൈകൾ, കാലുകൾ, ബോഡിയുടെ സ്റ്റാൻഡിങ് പോസ്റ്റ്, ഇതെല്ലാം കറക്റ്റായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരും നിങ്ങളുള്ളതായിരിക്കുന്ന സെൽഫ് കോൺഫിഡൻസ്, ആത്മവിശ്വാസം എന്ത് എന്നുള്ളത്. ആത്മവിശ്വാസത്തിൻ്റെ ഘടകം എന്താണെന്നറിയോ? സെൽഫ് നോളജ്.
ഞാൻ എന്നെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ, ഞാൻ ആരാണെന്നും എന്തുകൊണ്ട് ഞാൻ ഈ ഭൂമിയിൽ വന്നു, എന്തിനു വേണ്ടി ഞാൻ പ്രവർത്തിക്കുന്നു, എങ്ങനെയാണ് ഞാൻ മുന്നോട്ട് പോകേണ്ടത്, എന്താണ് ഈ ജീവിതത്തിൻ്റെ പരമമായിരിക്കുന്ന ഏറ്റവും ഉന്നതമായിട്ടുള്ള ലക്ഷ്യം എന്താണ്, ഇതെല്ലാം റിയലൈസേഷൻ ഉണ്ടാവുമ്പോൾ പറയാറുണ്ട് നോളജ് ഈസ് പവർ എന്ന് പറയാറുണ്ട്. ആ ജ്ഞാനം തൻ്റെ പ്രാക്ടിക്കൽ ലൈഫിൽ ഈ ഹയസ്റ്റ് ലെവൽ ആയിരിക്കുന്ന ഉന്നതമായിരിക്കുന്ന ലക്ഷ്യത്തെക്കുറിച്ച് മാത്രമല്ല, ജീവിതത്തിൽ ഒരു കൊച്ചു കാര്യമായി നോക്കിക്കോ. ഒന്നൊരു ചായ ഉണ്ടാക്കാൻ പറയുന്നത് തൊട്ടിട്ട് ഒരു ചെറിയ വർത്തമാനം പറയുന്നത് തൊട്ടിട്ട് എന്ത് കാര്യത്തിലാണെങ്കിലും ഒരാൾക്ക് ആ കാര്യത്തിൽ നോളജ് ഉണ്ടെങ്കിൽ സ്വാഭാവികമായും അവരുടെ ആത്മവിശ്വാസം അവിടെ വർദ്ധിക്കും. നിങ്ങൾ എത്ര കൂടുതൽ നോളജ് ആർജിക്കുന്നുണ്ടോ അത്രയും കൂടുതൽ നമ്മുടെ ജീവിതത്തിലെ എല്ലാ തലങ്ങളിലും എത്ര ജ്ഞാനം നിങ്ങൾക്ക് നേടാൻ പറ്റുമോ, എല്ലാ തലത്തിലും ഒരാളും എക്സ്പെർട്ട് ആവുന്നില്ല. രണ്ട് വിധത്തിൽ നമുക്ക് നോളജ് നമുക്ക് സ്വന്തമാക്കാം. ഒന്ന്, ആ കാര്യത്തെക്കുറിച്ച് ഓവറൽ നോളജ് അത് നമുക്ക് ഉണ്ടായിരിക്കണം. അറ്റ് ദ സെയിം ടൈം അതിൽ എക്സ്പെർട്ട് ആയിരിക്കുന്ന ആ ഒരു ഫീൽഡിൽ എക്സ്പെർട്ട് ആയിട്ടുള്ള ഒരാളായിട്ട് എനിക്ക് അറിയാമെങ്കിൽ, അവരുടെ സപ്പോർട്ട് എനിക്ക് അവൈലബിൾ ആകുമെങ്കിൽ തീർച്ചയായിട്ടും അതും എൻ്റെ നോളജിൻ്റെ ഭാഗം തന്നെയായിട്ട് എനിക്ക് എടുക്കാവുന്നതേ ഉള്ളൂ. എല്ലാ കാര്യം പഠിച്ചവർ ഈ ലോകത്താരുമില്ല. പക്ഷേ എല്ലാ കാര്യത്തിനെയും എക്സ്പേർട്സിനെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടത് അതെൻ്റെ ഉത്തരവാദിത്വം തന്നെയാണ്. എനിക്ക് സമയത്ത് സഹായമെടുക്കാൻ കഴിഞ്ഞിരിക്കണം. സമയത്ത് ഈ കാര്യത്തിനൊരു ഗൈഡൻസ് ഇന്നവിടെ നിൽക്കാം എനിക്കറിയണം, അത് നമുക്ക് കോൺടാക്റ്റ് കീപ്പ് ചെയ്യാൻ പറ്റണം. ആ ലെവലിൽ നമ്മളെ സപ്പോർട്ട് അങ്ങനെ നിങ്ങൾക്കുണ്ടെങ്കിൽ, എല്ലാ തലത്തിലും നിങ്ങൾ അറിഞ്ഞില്ലെങ്കിലും, ഉദാഹരണം പറയുകയാണ്, പെട്ടെന്ന് ലൈറ്റിന് എന്തോ ഒരു പ്രോബ്ലം വന്നിരിക്കുന്നു, കണക്ഷൻ, ഇലക്ട്രിസിറ്റിയിൽ കയറി കളിക്കാൻ നമുക്ക് അറിഞ്ഞൂടാ. പക്ഷേ ഒരു എക്സ്പെർട്ട് ആയിരിക്കുന്ന ഇലക്ട്രീഷ്യൻ എനിക്കറിയാം, അദ്ദേഹത്തായിട്ടുള്ള കണക്ഷൻ എനിക്കുണ്ട്, വിളിച്ചാൽ വരുമെങ്കിൽ ഒരു സംശയമില്ല, ഉടനെ നമ്മൾ ഡയൽ ചെയ്യും, അവർ വരുന്നു, കാര്യം നമുക്ക് ചെയ്ത് കിട്ടുന്നു, വി ആർ കംഫർട്ടബിൾ. അപ്പോൾ അതുകൊണ്ട് ഇലക്ട്രിസിറ്റിക്ക് എന്തെങ്കിലും പ്രശ്നം വന്ന് എന്താ ചെയ്യുക എന്ന് നമ്മൾ ചിന്തിക്കാറില്ല. അതുപോലെ തന്നെ ഓരോ കാര്യങ്ങളും ലൈഫിൽ നമ്മൾ ഏത് ഫീൽഡിലാണോ നിങ്ങൾ മുന്നേറിക്കൊണ്ടിരിക്കുന്നത്, നമ്മുടെ പ്രൊഫഷണൽ ലൈഫ് എന്താണോ അതിൽ ആർജിക്കാവുന്ന അത്രത്തോളം ജ്ഞാനം ആർജിച്ചുകൊണ്ട്, ഞാൻ ഇത് പറയുമ്പോൾ നമ്മുടെ ഈശ്വരി വിശ്വവിദ്യാലയത്തിൽ ഒരു പെർഫെക്റ്റ് എക്സാമ്പിൾ, ഞാൻ ഇന്നലത്തെ നമ്മുടെ ഹെഡ് ഓഫീസുമായിട്ടുള്ള കോൺഫറൻസിലൂടെ കേട്ട ഒരു കാര്യം നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ ഈശ്വരി വിശ്വവിദ്യാലയത്തിലെ അക്കൗണ്ട് ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു ആനന്ദ് ദാദയുണ്ട്. ഇപ്പോൾ 83-84 വയസ്സാണ് അദ്ദേഹത്തിന്. ഇപ്പോഴും നമ്മുടെ അക്കൗണ്ട് ഡിപ്പാർട്ട്മെൻറ്റിലെ എല്ലാ കാര്യങ്ങളിലും ടോപ്പായിരിക്കുന്ന ഒരു കാര്യം വന്നാൽ അദ്ദേഹത്തിൻ്റെ കൂടെ ഗൈഡൻസിലേ ഒരു തീരുമാനം എടുക്കാറുള്ളൂ. ഹീസ് അത്രയും നോളജ്ഫുള്ളാണ്. പക്ഷേ കുറച്ച് നാളുകൾക്ക് മുന്നേ കമ്പ്യൂട്ടറിലൂടെ കണക്കുകൾ ചെയ്യേണ്ട ഒരു കാലം വന്നപ്പോൾ അദ്ദേഹം തൻ്റെ 15-20 വയസ്സായിരിക്കുന്ന കുട്ടികളുടെ കൂടെ ആ കമ്പ്യൂട്ടർ സെൻറ്ററിൽ പോയിട്ട് അതെങ്ങനെയാണ് ചെയ്യേണ്ടത്, എന്താ ചെയ്യുന്നത് പഠിച്ച് സന്തോഷിച്ച് പഠിച്ചു വന്നിട്ട് ആ ലെവലിൽ തന്നെ ഡെവലപ്പ് ചെയ്തു. അത്ഭുതം തോന്നിപ്പോകും നമുക്ക് ആനന്ദ് ദാദയുടെ പഠിക്കാനുള്ളതായിരിക്കുന്ന ഒരു താല്പര്യം. ഇന്നും ഏതെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ ചെയ്തു കഴിഞ്ഞാൽ അക്കൗണ്ട്സ് എല്ലാം ക്ലിയർ ആണെങ്കിൽ, കുറച്ച് വലിയ അക്കൗണ്ട് ആണെങ്കിൽ ഞാൻ ഇപ്പോഴും ഓർമ്മിക്കും, നമ്മുടെ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ കഴിഞ്ഞ സമയത്ത് നമ്മുടെ ഷീജ സിസ്റ്റർ അക്കൗണ്ട്സ് എല്ലാം സബ്മിറ്റ് ചെയ്ത സമയത്ത് ആനന്ദ് ദാദ പറഞ്ഞത്, ഒരു വലിയ ലിമിറ്റഡ് കമ്പനിയുടെ അക്കൗണ്ടാണ് നീ ഇപ്പോൾ ചെയ്തിരിക്കുന്നത്, ഒരു തെറ്റില്ലാണ്ട് ചെയ്തു, കൺഗ്രാജുലേഷൻ എന്ന്. തൻ്റെ കൂടെ ഇരിക്കുന്നവരുടെ വർക്കിനെ റെസ്പെക്റ്റ് ചെയ്യാനും കഴിയണമെങ്കിൽ അതിനെക്കുറിച്ച് നോളജ് വേണം. ഇങ്ങനെ അതിൽ നോളജ് എടുക്കുകയും ആ നോളജിനെ തൻ്റെ ലൈഫിൻ്റെ ഭാഗമാക്കി മാറ്റുകയും ചെയ്യുമ്പോൾ പഠിക്കാൻ യാതൊരു പ്രായപരിധിയില്ല. ഇന്നും തൻ്റെ കയ്യിലുള്ള ആൻഡ്രോയിഡ് ഫോണിൻ്റെ ഓൾമോസ്റ്റ് ഓൾ കാര്യങ്ങളും ആനന്ദ് ദാദയ്ക്ക് അറിയാം, പഠിച്ചിരിക്കുന്നു. പലപ്പോഴും നമ്മൾ അത് ആരെ കൊണ്ടേലൊക്കെ ചെയ്യിപ്പിച്ചു, മോനെ ഇതൊന്ന് ചെയ്തു തന്നെ, മോളിതൊന്ന് ചെയ്തു തന്നെ എന്നിട്ട് നമ്മൾ ഒഴിവാക്കി കളയും. പക്ഷേ ആനന്ദ് അത് ഒഴിവാക്കാറില്ല, ഹി വിൽ ലേൺ ഇറ്റ്. അതുകൊണ്ട് പഠിക്കാവുന്നിടത്തോളം കാര്യങ്ങൾ ജീവിതത്തിൽ പഠിക്കും തോറും സ്വാഭാവികമായി കൊണ്ടും നമ്മുടെ ഉള്ളിൽ നിന്ന് നമ്മളോട് നമുക്ക് മതിപ്പ് തോന്നാൻ തുടങ്ങും, റെസ്പെക്റ്റ് തോന്നാൻ തുടങ്ങും. ഓരോ കാര്യം നിങ്ങൾക്ക് ചെയ്യാൻ ആരെയും ആശ്രയിക്കേണ്ട എന്നൊരു ലെവൽ വരുമ്പോൾ നമ്മുടെ കോൺഫിഡൻസ് ലെവൽ വരാൻ തുടങ്ങും. ഞാൻ നിങ്ങൾക്ക് കൊച്ചു 1-2 ഉദാഹരണങ്ങൾ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഇതുപോലെ ഏത് തലത്തിൽ നിങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടോ, നിങ്ങൾ തിരഞ്ഞെടുത്തതായിരിക്കുന്ന നിങ്ങളുടെ കർമ്മപഥം ഏതുമായിക്കോട്ടെ, അവിടുത്തെ പ്രോപ്പർ ആയിരിക്കുന്ന നോളജ്, ഒരു ജോലി കിട്ടിയാൽ അതിൻ്റെ ആഴത്തിലുള്ള നോളജിൻ്റെ തലത്തിൽ പോവുകയും അത് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുകയും അതിൻ്റെ ഡേ ബൈ ഡേ ആ ഫീൽഡിലെ മാക്സിമം നോളജ് ഫുള്ളായിട്ട് നിങ്ങൾ മാറുകയും ചെയ്യുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ അതിൻ്റെ ഹൈ ആയിരിക്കും. ഈവൻ ദോ കാണാൻ ഒരു ഭംഗിയില്ല നിങ്ങളെയെങ്കിലും, ആര് നോക്കുമ്പോഴും ഇവരെ ഒന്നുമല്ല എന്ന് തോന്നുമെങ്കിലും, നിങ്ങളുടെ ഉള്ളിലെ നോളജ് കൊണ്ട് നിങ്ങൾ ഓരോ സ്റ്റെപ്പ് നിങ്ങൾ വെച്ച് മുന്നോട്ട് പോകുമ്പോഴും അറിയാതെ ആൾക്കൂട്ടത്തിൻ്റെ ശ്രദ്ധ, എല്ലാവരുടെയും കണ്ണുകൾ, ആ ഫീൽഡ് എല്ലാവരുടെയും ദൃഷ്ടി നിങ്ങളുടെ നേരെയായിരിക്കും. മനസ്സുകൊണ്ട് എല്ലാവരും നിങ്ങളെ ആദരിക്കാൻ തുടങ്ങും. ഇവിടെ യാതൊരു സംശയവും വേണ്ട, പേഴ്സണാലിറ്റിയുടെ ഡെവലപ്മെൻറ്റ്
പൂർണ്ണമാവുന്നു ചെയ്യും. ബാഹ്യ വ്യക്തിത്വം മുജ്ജന്മത്തിൻ്റെ കണക്ക് കൊണ്ട് കിട്ടിയത് ഈ ദേഹം. ഒരു പക്ഷേ നീളം ഉണ്ടാവാം, നീളം കുറവാവാം, വണ്ണാവാം, വണ്ണം കുറവാവാം, നിറം കൂടുതലാവാം, കുറവാവാം. നെവർ മൈൻഡ്. ആന്തരിക വ്യക്തിത്വം അത് ഇന്ന് നിങ്ങളുടെ കയ്യിലുള്ളതായിരിക്കുന്ന സമ്പത്താണ്. അതിനെ പ്രോപ്പർ ഡെവലപ്മെൻറ്റിലൂടെ മാക്സിമത്തിലെത്തിയാൽ നമ്മുടെ കണ്ണും നമ്മുടെ കൈകളും നമ്മുടെ പെരുമാറ്റവും നമ്മുടെ സ്റ്റെപ്സ് പോലും നിങ്ങൾ എന്തെന്ന് വിളിച്ചറിയിക്കുകയും ചെയ്യും. നിങ്ങളുടെ സാമീപ്യം കൊണ്ട് തന്നെ കമാൻഡിങ് റെസ്പെക്റ്റ് എന്ന് പറയും. ആൽഫ മെയിൽ, ആൽഫ ഫീമെയിൽ എന്നൊക്കെ പറയുന്നുണ്ട്. നമ്മുടെ ചുറ്റും ഒരു എനർജിയുടെ ഫീൽഡ്. നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ കൂടുന്നതിനനുസരിച്ച് നിങ്ങളുടെ ചുറ്റും ഒരു എനർജി ഫീൽഡ് ക്രിയേറ്റ് ചെയ്യപ്പെടും. നിങ്ങൾ കടന്നു പോകുമ്പോൾ അറിയാതെയെങ്കിലും മറ്റുള്ളവരുടെ കണ്ണ് നിങ്ങൾ വരാൻ തുടങ്ങും. ആ രീതിയിൽ പ്രോപ്പറായിരിക്കുന്ന അട്രാക്റ്റീവ് പേഴ്സണാലിറ്റി ആവാൻ നമ്മുടെ നോളജിനെ ഡെവലപ്പ് ചെയ്യുന്നതിൽ ഒരു ലിമിറ്റും വെക്കരുത്. പഠിക്കാൻ ഒരു ലിമിറ്റും ഇല്ല. നമുക്ക് മരണം വരെ പഠിക്കണം. നമ്മൾ എന്നും പഠിക്കണം. എന്നും പഠിക്കുക എന്നുള്ളത് സ്വന്തമായ ഒരു ശീലമാക്കിയിട്ട് ഞാൻ എൻ്റെ ലൈഫിൽ ദിവസവും ഒരു പോയിൻ്റെങ്കിലും എന്തെങ്കിലും ഒരു പുതിയ കാര്യങ്ങളും പഠിക്കുക എന്നുള്ളത് എൻ്റെ ജീവിതത്തിനൊരു പ്രിൻസിപ്പിളാണ്. അതുകൊണ്ടാണ് ഇന്നും നിങ്ങൾക്ക് വേണ്ടി ദിവസവും വീഡിയോ ചെയ്തു തരാൻ വേണ്ടി നിങ്ങളുടെ മുന്നിൽ വരാൻ പറ്റുന്നത്. ഇത് നിങ്ങളുടെയും ശീലമാക്കി മാറ്റി വെക്കൂ. ജീവിതത്തിൽ ഒരുപാട് നമ്മുടെ കാഴ്ചപ്പാട് മാറാൻ തുടങ്ങും. ജീവിതത്തോടുള്ള നമ്മുടെ മനോഭാവങ്ങൾ മാറാൻ തുടങ്ങും. ജീവിതത്തിൽ അറിയാതെ ഉയരങ്ങളിലേക്ക് നിങ്ങൾ പോവുകയും ചെയ്യും. എല്ലാവരാലും ആദരണീയമായിരിക്കുന്ന ആകർഷകമുള്ള നല്ല വ്യക്തിത്വമായി നിങ്ങൾക്ക് മാറാൻ പറ്റുകയും ചെയ്യും. നിങ്ങൾക്കങ്ങനെ സാധിക്കട്ടെ എന്ന് ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. ഓം